ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചക്കീസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നതിനേക്കാളും ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നമ്മളെ കോളേജിൽ നിന്ന് എഫ്സോൺ ഫെസ്റ്റിവലിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പുൽപ്പള്ളി വെച്ചിട്ട് പഴശ്ശിരാജ കോളേജിൽ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ എഫ്സോൺ നടക്കുന്നത്. അപ്പോൾ രാവിലെ എന്നെ കോളേജിലേക്ക്, അതായത് പഴശ്ശിരാജ കോളേജിലേക്ക് എന്നെ ചേട്ടൻ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ ഗൂഗിൾ ചേച്ചീനോടൊക്കെ ചോദിച്ചിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് വേ കണ്ടുപിടിച്ച് പോയതാണ്. വലിയ കുഴപ്പമില്ല, ഇപ്രാവശ്യം ചേച്ചി നമ്മളെ ചതിച്ചില്ല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പർ ടൈമിന് തന്നെ എത്തി. ഞാൻ എത്തുമ്പോൾ തന്നെ അവരൊക്കെ അവിടെ എത്തി ലാൻഡ് ചെയ്ത് ഹാജറിട്ട് നിൽക്കുകയായിരുന്നു. നമ്മളപ്പോൾ കേണിച്ചിറ റൂട്ടിലാട്ടോ പോയത്. അപ്പോൾ പോകുന്ന വഴി മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കടുവേനെയൊക്കെ പ്രതീക്ഷിച്ച് പോയതാണ്, പക്ഷേ മയിലിനെയാണ് കണ്ടത്. ഞാൻ പണ്ട് നമ്മളെ കോളേജിൽ മാനേജ്മെൻറ്റ് ഫസ്റ്റിന് എങ്ങാനും പോയതാണ് പഴശ്ശിരാജയിൽ. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് പോകുന്നത്. വന്നപ്പോൾ അവിടെ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പഴശ്ശിരാജ കോളേജിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ പാർട്ടിസിപ്പൻസൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായുള്ളൂ. രജിസ്ട്രേഷൻ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്ത് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് വേണം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് ഗ്രീൻ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ കോളേജിൽ നിന്ന് പോയ കുട്ടികൾ കേട്ടോ. ഇവർ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അവരവിടെ നിന്ന് മൈലാഞ്ചൊക്കെ ഇടുന്നുണ്ട്. ഗ്രീൻ റൂമൊക്കെ സെറ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഇവർ. മേക്കപ്പ് നമ്മളും അതേപോലെ വേറൊരു കോളേജും കൂടിയായിരുന്നു ഈ ചേട്ടൻ്റെ അടുത്ത് മേക്കപ്പിന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളും കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു. അവരെ ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കാനും മേക്കപ്പ് ചെയ്യാനും ഒക്കെ. ഇതായിരുന്നു നമ്മുടെ ഫുൾ ടീം കേട്ടോ കുട്ടികളുടെ. ഇതായിരുന്നു ഇവരുടെ കോസ്റ്റ്യൂം. നല്ല ഭംഗിയുണ്ടായിരുന്നു. സ്റ്റേജിൽ കാണുമ്പോഴാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവരെ ഒരുങ്ങി കഴിഞ്ഞിട്ട് കേട്ടോ. മക്കൾ ചില്ലറക്കാരൊന്നല്ല, സെക്കൻഡ് പ്രൈസ് കിട്ടി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ അന്നത്തെ ഡേ തന്നെ നമുക്ക് നമ്മുടെ ഓഫീസിലെ വിനയൻ സാറിൻ്റെ മോളുടെ റിസപ്ഷൻ ഉണ്ടായിരുന്നു, കല്യാണത്തിൻ്റെ റിസപ്ഷൻ. നമ്മൾ നേരെ പുൽപ്പള്ളി കോളേജിൽ നിന്ന് പുൽപ്പള്ളി ടൗണിലേക്ക് വന്നിട്ട് ബസ് കയറി നമ്മൾ ബത്തേരിക്ക് തിരിച്ചു പോന്നു. അവിടെ വെച്ചിട്ട് കോളേജിൽ നിന്ന് എല്ലാവരും റിസപ്ഷനിലേക്ക് വന്നിട്ടുണ്ടായി. നമ്മളിവിടെ പരിപാടി കഴിഞ്ഞിട്ട് അവരോട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുക. കുട്ടികൾ കുറച്ച് നേരം കൂടെ പരിപാടി കാണണം, ബാക്കി പ്രോഗ്രാംസൊക്കെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ തന്നെ നിന്നു. നമ്മൾ അവരെ കൂട്ടാൻ നിന്നില്ല, അവരവിടെ നിൽക്കുന്നുണ്ടായി. നമ്മൾ പോന്നു. അപ്പോൾ ബത്തേരി, പുൽപ്പള്ളിയിൽ നിന്ന് ബത്തേരിയിലേക്കുള്ള ആ ഒരു റൂട്ട് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. റൂട്ട് മൊത്തം നല്ല കാട്ടുകൂടുള്ള വഴിയാണ്. ചെതലയം ആ ഒരു വഴിയൊക്കെ വരുന്നത് ആ സ്ഥലത്താണ്. ഇരുളം, ചെതലയം അതൊക്കെ വരുന്നത് ആ ഒരു വഴിയാണ്. നല്ല ഭംഗിയാണ്. ബൈക്ക് ട്രിപ്പ് പോകാനാണെങ്കിലും അതെ കാറും കൊണ്ടൊക്കെ പോകാനാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ്. ഒത്തിരി പേര് പോയിട്ടുണ്ടാകുമായിരിക്കും, അറിയുന്നതായിരിക്കും. പക്ഷെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ പക്ഷേ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് മൊത്തം ഡ്രൈ ആയി നിൽക്കുകയാണ്. എങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതാ റിസപ്ഷനിലെത്തി. അവിടെ എല്ലാവരും നമ്മൾ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും കണ്ടു. അതിനുശേഷം നമ്മൾ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. നല്ല വിശക്കുന്നുണ്ടായിരുന്നു, നല്ല ഫുഡ് കഴിച്ചു. നല്ല അടിപൊളി ഫങ്ഷൻ ആയിരുന്നു കേട്ടോ. ഫുഡാണെങ്കിലും അതെ എല്ലാം 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 നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല വെൽ അറേഞ്ച്ഡ് ആയിരുന്നു. ഫുഡൊക്കെ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ. നമ്മൾ ചെന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡും കഴിച്ച് സാറിനൊക്കെ കണ്ട് എല്ലാവരും കണ്ടിട്ട് നമ്മൾ തിരിച്ച് കോളേജിലേക്ക് തന്നെ പോവുകയാണ്. ഇത് ഈ റൂട്ട് നിങ്ങൾക്ക് അറിയാം, മൈസൂരിലേക്ക് പോകുന്ന സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ അത്. ഇതിന്ന് നമ്മളെ കോളേജിലേക്ക് ഒരു ഷോട്ട് ഉണ്ട്. ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ എന്നെയും വീഡിയോ എടുക്കടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നതാണ്. അതെ, അത്രയേ ഉള്ളൂ കുഞ്ഞു വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.